ഒരു കാരമലൈസ്ഡ് പംകിൻ ബ്രോക്കൺ വീറ്റ് കുറുക്കാക്കിയാലോ. അതിന് വേണ്ടത് മത്തങ്ങ, അരമണിക്കൂർ കുതിർത്ത് വെച്ച സൂചി ഗോതമ്പ്, ഇച്ചിരി ശർക്കര. അതാണ് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ആദ്യം തന്നെ ഒരു കുക്കർ എടുക്കുക. അതിൻ്റെ അകത്തോട്ട് ചെറിയ ക്യൂബ്സാക്കി അരിഞ്ഞ് വെച്ചേക്കുന്ന മത്തങ്ങ ആഡ് ചെയ്യുക. അതൊന്ന് വേവിച്ചെടുക്കുക. വേവിച്ച മത്തങ്ങ അത് നന്നായിട്ടൊന്ന് അടിച്ച് പ്യൂരിയാക്കിയും വെക്കുക. അതുപോലെ തന്നെ സൂചി ഗോതമ്പും അരമണിക്കൂർ കുതിർത്ത് വെച്ചതിന് അതും നന്നായിട്ട് മിക്സിക്കകത്തിട്ട് വെള്ളവും കൂടെ ഒഴിച്ച് അടിച്ച് അതിൻ്റെ പാലും കൂടെ അരിച്ചെടുക്കുക. ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത ശർക്കര അതൊരു പാനിലോട്ട് 1 സ്പൂൺ വെള്ളവും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് കാരമലൈസ് ചെയ്യുക. കാരണം കുഞ്ഞുങ്ങൾക്ക് പഞ്ചസാര കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് പഞ്ചസാര വെച്ച് നമുക്ക് കാരമലൈസ് സോസ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ശർക്കര വെച്ചാണ് ചെയ്തേക്കുന്നത്. അതിൻ്റെ അകത്തോട്ട് ഇച്ചിരി നെയ്യും കൂടെ ആഡ് ചെയ്ത് അതൊന്ന് പാൻ വെച്ചിട്ട് അതൊന്ന് ചൂടായി വരാൻ നേരത്ത് അതിൻ്റെ അകത്തോട്ട് നമ്മൾ നേരത്തെ അടിച്ച് വെച്ച മത്തങ്ങയും കൂടെ ആഡ് ചെയ്യും. അതും കൂടെ ആഡ് ചെയ്ത് അതൊന്ന് നന്നായിട്ട് ചൂടായി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അതൊന്ന് നന്നായിട്ട് ചൂടായി വരാൻ നേരത്ത് നമുക്ക് അതിൻ്റെ അകത്തോട്ട് നേരത്തെ മിക്സിക്കകത്തിട്ട് അടിച്ച് വെച്ച സൂചി ഗോതമ്പിൻ്റെ പാലും കൂടെ ആഡ് ചെയ്യുക. അതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി അതൊന്ന് ചൂടായി നന്നായിട്ട് കുറുകി വരുന്നവരെ വെയിറ്റ് ചെയ്യണം. അത് കുറുകുന്നവരെ നല്ലപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അതൊന്ന് നന്നായിട്ട് കുറുകി ഈ ഒരു കൺസിസ്റ്റൻസിലെത്തും. അത് തണുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ കട്ടിപ്പരുവാകും. തണുത്ത് കഴിഞ്ഞ് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. എൻ്റെ ആൾക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. എക്സ്പ്രഷനിൽ നിന്ന് തന്നെ മനസ്സിലാകുമല്ലോ, ആൾക്ക് വലിയ ഇൻട്രസ്റ്റ് തോന്നിയില്ല. പിന്നെ നിർബന്ധിച്ചൊക്കെ കുറച്ച് കഴിപ്പിച്ച് അതാണ് ചെയ്തത്. അല്ലാതെ നോർമലി കൊടുക്കുന്നതൊക്കെ വലിയ കുഴപ്പമില്ലാതെ കഴിക്കുന്ന ആളാണ്. പക്ഷേ മത്തങ്ങയുടെ ഫ്ലേവറാണോ അതോ കാരമൽ ശർക്കരയുടെ ഫ്ലേവറാണോ എന്താണെന്നറിയത്തില്ല, ആൾക്ക് വലിയ ഇൻട്രസ്റ്റ് തോന്നിയില്ല. പിന്നെ മത്തങ്ങയാണെങ്കിലും ആദ്യമായിട്ട് കൊടുക്കുവാണ്. എങ്കിലും